ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനുള്ളത് സഡ്ബറിയിലാണ്. അത് ഒണ്ടാരിയോയിൽ തന്നെ ഒരു നോർത്തേൺ സൈഡിലുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ സഡ്ബറിയിൽ ചുമ്മാ ഒരു 2 day ട്രിപ്പിന് വന്നതാണ്. നമ്മൾ ഓട്ടോവേയിൽ നിന്ന് ഇവിടെ വരെ ഒരു 5 hours അതിൽ കൂടുതലുണ്ടായിരുന്നു ഡ്രൈവ്. നമ്മൾ പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറുണ്ട്, അതിൽ കൂടുതൽ ടൈം എടുത്തു. സഡ്ബറി ഒരു ചെറിയ സിറ്റി അല്ല, ലാൻഡ് ഏരിയ വൈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സിറ്റിയാണെന്ന് തോന്നുന്നു. ഐ ഗിവ് യു മോർ ഡീറ്റെയിൽസ്. സഡ്ബറി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളല്ല എന്നാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടും എനിക്ക് അറിയാൻ സാധിച്ചത് കൂടുതലായിട്ടും മൈനിങ്ങും, നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ അറിയാം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്. കൂടുതലും വന്നപ്പോൾ തന്നെ കൂടുതലും പാറ പൊട്ടിക്കലും കുറേ ട്രക്കുകളും മൈനിങ്ങും എല്ലാമാണ് കാണാൻ പറ്റിയത്. അപ്പം ഇതുപോലത്തെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കൂടുതലായിട്ടും കാണാം ഇതിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ വന്ന ഒരു 4.5 hours നല്ലൊരു ഡ്രൈവായിരുന്നു. ഭയങ്കര നല്ല സീനറീസ് ആയിരുന്നു ചുറ്റും. എല്ലാം ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത്ര ഒരു ഭംഗിയില്ല, പക്ഷെ നമ്മൾ കണ്ണുകളിലൂടെ ആസ്വദിക്കാനുള്ളതാണത്. അപ്പം ഞാനതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് നാളെയും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം നാളെ നമ്മൾ പോകുന്ന പ്ലേസസും നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. ദ നിക്കൽ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്, സഡ്ബറിയിലോട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. സഡ്ബറിയെ നിക്കൽ സിറ്റി എന്നറിയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ റീസൺ ഉണ്ട്. 1.85 billion years മുൻപാണ് നമ്മുടെ സ്പേസിൽ നിന്ന് മീറ്റിയറൈറ്റ്സ് എർത്തിലോട്ട് വന്നിട്ട് അതൊരു ജയൻറ്റ് മീറ്റിയറായിട്ട് സഡ്ബറി വന്ന് വീഴുന്നത്. ഇത് കല്ലും മണ്ണും മെറ്റൽസും മിനറൽസും എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു വലിയ മാസായിരുന്നു. ഇത് വന്ന് സഡ്ബറി വീണപ്പോൾ തന്നെ അവിടെ ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു. ഒരു വലിയ കുഴിയാണ് അവിടെ ഉണ്ടായത്. ഇങ്ങനെ ഒരു കുഴി ഉണ്ടായതുകൊണ്ട് തന്നെ അതിനെ സഡ്ബറി ബേസിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു കുഴിഞ്ഞ പാത്രം എങ്ങനെ ഇരിക്കുന്നു അതുപോലെയായിരുന്നു സഡ്ബറിയുടെ സ്ട്രക്ചർ അന്നേരം. ഇത്രയും മിനറൽസും മെറ്റൽസും എല്ലാം റിച്ച് ആയുള്ള ഒരു കാര്യം വന്ന് ഇവിടെ വീണതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ മുഴുവനും നിക്കലും കോപ്പറും ഇതുപോലെ ഒരുപാട് മിനറൽസുമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ 1883 ഇവിടുത്തെ കൺസ്ട്രക്ഷനും മൈനിങ്സും എല്ലാം പയ്യെ തുടങ്ങിയത്. പക്ഷേ ആ ഒരു സമയത്ത് ഇവർക്ക് വലിയ ഇൻസ്ട്രുമെൻറ്റ്സോ എക്യുപ്മെൻറ്റ്സോ ജോലി ചെയ്യാനുള്ള ആൾക്കാരോ ഒന്നും ഒരുപാടില്ലായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി സഡ്ബറിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്കൽ ആൻഡ് കോപ്പർ പ്രൊഡ്യൂസേഴ്സായിട്ട് മാറിയത്. ഇപ്പോഴും അവിടെ കുറേ ലൈവ് മൈനിങ്ങും ബാക്കി കുറേ കാര്യങ്ങളോട് നടക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് കരുതിയത്. അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം അവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് മൈനുണ്ട്, അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരുപാട് പാർക്കും അതുപോലെ സഡ്ബറി ഡൗൺ ടൗണും കുറച്ച് ഫോൾസും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ കുറേ സയൻറ്റിഫിക് സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഗൈഡഡ് ടൂർ എടുത്തിട്ടുണ്ട് ഈ ഒരു മൈനിന് വേണ്ടിയിട്ട്. അപ്പം അത് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ നമുക്കൊരു കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ ഈ സഡ്ബറിയിലോട്ടുള്ള യാത്രയിൽ കുറേ കുഞ്ഞു ടൗൺ പാസ് ചെയ്തിട്ടാണ് പോയത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലെല്ലാം നല്ല സീനറീസ് ആയിരുന്നു. ഈവൻ സ്പ്രിങ് സീസൺ തുടങ്ങിയെങ്കിൽ പോലും അവിടെ ഇവിടെയെല്ലാം നമുക്ക് ഈ ഇവിടുത്തെ വെള്ളം എല്ലാം ഫ്രോസൺ ആയി കിടക്കുന്നത് കാണാം. വലിയ കട്ടിയൊന്നുമില്ല, നമ്മൾ ചവിട്ടിയാൽ താഴോട്ട് പോകും, അതുപോലെ ഒരു ഇതായിട്ടാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു, 2 സൈഡിലും സീനറീസും കാര്യങ്ങളൊക്കെ. Inside lane, missing exits, glued to the pavement, between the lines, I keep my gaze. നമ്മൾ സഡ്ബറിയിൽ ആദ്യം വിസിറ്റ് ചെയ്തത് ഓണപ്പിംഗ് ഫോൾസ് ആണ്. അവിടെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കുറേ സ്നോ ഒന്നും അവിടെ മെൽറ്റ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോഴും അവിടെ കുറേ മെൽറ്റായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൽസ് എല്ലാം കുറച്ച് വെറ്റായിട്ടാണ് ഇരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് നടന്നു പോകാൻ പറ്റിയില്ല, കുറച്ച് തെന്നുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ട്രെയിൽസ് എല്ലാം. കാരണം നമുക്ക് ഇഷ്ടംപോലെ ട്രെയിൽ റൂട്ട് ഉണ്ടായിരുന്നു അവിടെ, നമുക്ക് ഏതെങ്കിലും എടുക്കാം. നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ് എടുത്തത്, ജസ്റ്റ് ഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മണ്ടയിലോട്ട് കയറി പോകായിരുന്നു. പക്ഷേ ഇതുപോലെ ഈ ഒരു സ്നോ കിടന്നതുകൊണ്ട് അത്ര ഒരു സേഫായിട്ട് തോന്നിയില്ല. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോൾസാണിത്. ഓണപ്പിംഗ് റിവറിൽ നിന്ന് വരുന്ന വെള്ളമാണിത്.
ഈ ഒരു സൈറ്റിലാണ് പണ്ട് 1970s ഇവിടെ ഒരു ട്രക്ക് ആൻഡ് ട്രെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പം അതിൽ നിന്നുണ്ടായ സ്പില്ലേജ് കാരണം ഈ ഒരു റിവറിലോട്ടും കുറേ കെമിക്കൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 വർഷത്തോളം ഇതിനകത്ത് ആ കെമിക്കൽസിൻ്റെ എമൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയെന്ന് തോന്നുന്നു. പക്ഷെ ഇത് 1970s നടന്ന കാര്യമാണ്. നല്ലൊരു മൊമെൻ്റായിരുന്നു അന്നേരം. കുറച്ച് തണുപ്പുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ഫ്ലോയിലാണ് ഇവിടുത്തെ വെള്ളം പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ കാണുമ്പോൾ ഒക്കെ ഒരു കുഞ്ഞു വാട്ടർഫോളായിട്ട് തോന്നും, പക്ഷെ നല്ല സ്ട്രോങ് ആയിരുന്നത്. നമ്മൾ താഴോട്ടൊന്നും ഇറങ്ങിയില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നൊന്നും ഇല്ലായിരുന്നു. വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷെങ്കിൽ അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ ഇറങ്ങാനൊന്നും നിന്നില്ല. നല്ല തണുപ്പായിരുന്നു മെയിൻ റീസൺ. പക്ഷെ നല്ലൊരു സ്പോട്ടായിരുന്നു ഓണപ്പിൻ ഫോൾസ്. കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാവാം തണുപ്പായിട്ടും വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ ഒരു നല്ല ഫോൾസ് ആയിരുന്നു അത്. പല ട്രെയിലിൽ കൂടെ നമുക്ക് പോയിട്ട് പല വ്യൂസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്കിവിടെ ഒന്ന് വ്യൂ ചെയ്യാം, താഴെ പോയിട്ട് വേറെ ട്രെയിലിൽ എടുത്തിട്ട് അവിടെ പോയി വ്യൂ ചെയ്യാം. എല്ലാം നല്ല വ്യൂസ് ആയിരുന്നു. ഈ സഡ്ബറി സിറ്റിയുടെ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, 2 സൈഡിലും ഇതുപോലെ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്ലേസസ്സാണ്. അവിടെ ലൈവായിട്ട് മൈനിങ് നടക്കുന്ന പ്ലേസസ്സാണ് ഇതൊക്കെ. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ ഈ സലാറിലും, എനിക്കതുപോലെ നോക്കി KGFലും ഒക്കെ അവർ ഈ മൈനിങ്ങിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തില്ല. അതുപോലത്തെ ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നിയത്. 2 സൈഡിലും ഇതുപോലെ ലൈവ് മൈനിങ്ങും അല്ലെങ്കിൽ ചിലതൊക്കെ ഇനാക്റ്റീവായിട്ടുള്ള മൈൻസാണ്. നമുക്ക് കാണാം അതിൻ്റെ റെയിൽവേ ട്രാക്കും ഇതുപോലെ ഇവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളും അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എങ്ങനെയാണ് അവിടുത്തെ ഒരു റോഡ് സൈഡും അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെയെന്ന്. അന്ന് ഈ റോക്സിനെല്ലാം ഓരോ പ്രത്യേകതയുണ്ട്. കാരണം ആ ഒരു മീറ്റിയോർ വീണതിൻ്റെ എവിഡൻസ് ഓരോ റോക്സിലും ഇപ്പം നോക്കിയാലും കാണാൻ വേണ്ടി പറ്റും. അപ്പം ഫുൾ അതുപോലായിരുന്നു. ഈ ഒരു ഏരിയ ഫുൾ ഇതുപോലെ മൈനിങ് നടക്കുന്ന ഏരിയയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ നിങ്ങൾ? ഈ ബ്രിഡ്ജിനെ അറിയപ്പെടുന്നത് ബ്രിഡ്ജ് ഓഫ് നേഷൻസ് എന്നാണ്. അതായത് എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗ് ഈ ഒരു ബ്രിഡ്ജിൽ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഓഫ് നേഷൻസ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു മൾട്ടി കൾച്ചറലിസം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സൊസൈറ്റിയിൽ എല്ലാ കൾച്ചറിലുള്ള ആൾക്കാരും ഉണ്ടെന്നാണ് ഈ ഒരു ബ്രിഡ്ജ് സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മ്യൂറൽ കണ്ടോ? ഈ മ്യൂറലിനൊരു പ്രത്യേകതയുണ്ട്. കാനഡയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് മ്യൂറലാണിത്. ഇതൊരു അബാൻഡൻഡ് ഹോസ്പിറ്റലാണ്, പണ്ടത്തെ ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലാണ് ഈ ഒരു ഗ്രാഫിറ്റി അല്ലെങ്കിൽ ഈ ഒരു മ്യൂറൽ ചെയ്തിരിക്കുന്നത്. 74,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു മ്യൂറൽ അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനും അങ്ങനെ ഒരു റെക്കോർഡും സഡ്ബറിയിലെ ഈ ഒരു മ്യൂറൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് ഒരു ബെൽ പാർക്കുണ്ട്. അതും നല്ലൊരു പാർക്കാണ്. ജസ്റ്റ് നമുക്കൊരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പാർക്ക്. അതൊരു കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സഡ്ബറിയിലെ ഈ ഡൗൺ ടൗണിലൂടെ പോകുമ്പം ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ മ്യൂറൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ മ്യൂറൽസ് ഉണ്ട്. നമുക്ക് ഈ മ്യൂറൽസ് കാണണമെങ്കിൽ ഇവരുടെ ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ കയറിയാൽ തന്നെ ഈ മ്യൂറൽസ് എവിടെയൊക്കെയാണുള്ളതെന്ന് അറിയാൻ പറ്റും. ആരാണിത് വരച്ചത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ മെയിൻ സ്ഥലത്തെത്തി, ഡൈനാമിക് എർത്ത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൈഡഡ് ടൂറും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബിഗ് നിക്കൽ വെച്ചിരിക്കുന്നത്. അപ്പം അത് കാണാനും അതിൻ്റെ ഫോട്ടോസ് എടുക്കാനും ഒന്നും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഡൈനാമിക് എർത്തിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും ഒരു എക്സിബിഷൻ പോലെ തന്നെ ഉണ്ട് അവിടെ. ഈ മൈനിലോട്ടൊന്നും പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ എക്സിബിഷൻ കാണാം. ഈ എക്സിബിഷൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് എക്സിബിഷൻ അല്ല. അതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ പഴയ ഹിസ്റ്ററി തൊട്ട് എല്ലാം അവിടെ ഭയങ്കര പ്രസൻറ്റബിൾ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മെറ്റൽസും മിനറൽസും എല്ലാം ഈ വോൾസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചിലതൊന്നും ഇവിടുത്തെ അല്ല, വേറെ കൺട്രീസിലെയാണ്. പക്ഷെ അതെല്ലാം ജസ്റ്റ് എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ആ വോൾസിലെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് താഴെ അതിൻ്റെ ഫീച്ചേഴ്സും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് പിക്ക് ചെയ്തിട്ട് കൂടുതലായിട്ടും അറിയണമെങ്കിൽ അറിയാം.
പിന്നെ ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിലോട്ട് കയറുമ്പോഴത്തേക്കിനും നമുക്ക് ഈ മെറ്റൽസിൻ്റെയും ഈ മിനറൽസിൻ്റെയും ഇതിൻ്റെ ഫീച്ചേഴ്സ് അറിയാൻ വേണ്ടി അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും വെച്ചിട്ടുണ്ട്. നമുക്കതിനെ ട്രൈ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്ന മറ്റേ സീസ്മിക് വേവ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് എത്ര നേരം സ്പെൻഡ് ചെയ്യാം. 3 to 4 hours ആൾക്കാർ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്, ഇതിനെപ്പറ്റി ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ. പിന്നെ നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തു. നല്ല രസമായിരുന്നു. ഈ ചില മെറ്റൽസ് ഉണ്ടല്ലോ, ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന മെറ്റൽസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ കുറച്ച് നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നിയൊക്കെ പോയി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ചിലതിനെയൊക്കെ അവർ കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് റെയർ ആയിട്ടുള്ളതൊക്കെ അവർ ചില്ലിനകത്താക്കി വെച്ചിരിക്കുകയാണ്, ആരും തൊടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് തൊട്ട് നോക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള ശരിക്കുള്ള മെറ്റൽസും മിനറൽസും എല്ലാം ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അതിശയം പോലെയായിരുന്നു. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ ചിലത് പോളിഷ് ചെയ്താണ്, ചിലത് റോ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സെപ്പറേറ്റ് പോളിഷിങ് സെൻറ്റർ തന്നെയുണ്ട്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. നമ്മുടെ ഗൈഡഡ് ടൂറിൻ്റെ ടൈമിന് മുൻപ് വന്നതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ടൈം കിട്ടി. കുറച്ച് ആൾക്കാർ ലേറ്റ് ആയിരുന്നു. നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ എല്ലാവരും വന്നപ്പോൾ തന്നെ നമ്മൾ ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർ പറയും നമ്മൾ താഴെ ഇത്രയും ഡിസ്റ്റൻസാണ് നമ്മൾ ട്രാവൽ ചെയ്ത് താഴോട്ട് പോകുന്നത്, അപ്പം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം. അപ്പോൾ അവർ കാണിച്ചു തന്നു മൈൻസിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇന്നൊക്കെയാണ്, ഇന്നൊക്കെ പ്രിക്കോഷനാണ് അവർ യൂസ് ചെയ്യുന്നത്. ഹെൽമെറ്റ്സ് എല്ലാവരും ധരിക്കണം, അല്ലാതെ താഴോട്ട് കൊണ്ടുപോകത്തില്ല. നമ്മൾ എന്നിട്ടൊരു ലിഫ്റ്റ് എടുത്തിട്ടാണ് താഴോട്ട് പോയത്. ട്രാൻസ്പാരൻറ്റ് ലിഫ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തത്തെ എല്ലാം കറക്റ്റായിട്ട് വിസിബിൾ ആയിരുന്നു. അവരതിനകത്തൊരു ഡോക്യുമെൻ്ററി പോലെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കിനും. അപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റുമോ ഇതാണോ, ജസ്റ്റ് ഒരു കാർട്ടൂണല്ല, ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ പോലെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരോട് മൈൻ യൂസ് ചെയ്തതെന്ന്. അപ്പം നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അവർ തന്നു. അപ്പം നമുക്ക് ബോറടിക്കത്തില്ല. ലിഫ്റ്റിൽ ഇത്രയോ ആൾക്കാർ, ഒരു 10-30 ആൾക്കാരോളം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ ലിഫ്റ്റായിരുന്നു. അപ്പം നമ്മൾ താഴെ വന്നു. എല്ലാവരും ഹെൽമെറ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തു. കാരണം നമ്മൾ ഇതിനകത്തൂടെ കയറി പോകുമ്പോഴത്തേക്കിനും ഒരു കുഞ്ഞു സ്ഥലമാണ്, കുഞ്ഞു മൈൻസ് അല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ തലയൊക്കെ ഇടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് കമ്പൽസറി ആയിട്ട് എല്ലാവരും ധരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം കല്ലല്ലേ. അപ്പം നമ്മൾ അങ്ങനെ പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് നമ്മൾ അകത്തോട്ട് പോയി. നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ തന്നെ ശരിക്കും ഒരു റിയൽ മൈനാണിത്. പക്ഷെ ഇപ്പം ലൈവായിട്ട് നടക്കുന്നില്ല, പക്ഷേ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മൈനാണിത്. അപ്പം അത് അവർ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ എല്ലാവരും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല നമുക്ക് കാണാൻ പറ്റുന്ന. 1880s ഇത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണോ ആ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആദ്യം കയറുമ്പോഴത്തേക്കിനും. അപ്പോൾ ആ ഒരു ട്രാൻസിഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ഇവർ അന്ന് യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഈ നമ്മുടെ കൂടെയുള്ള ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊരു ഫുൾ എക്സ്പ്ലനേഷൻ തരുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ വെട്ടമില്ലായിരുന്നു, അവരിന്ന് ക്യാൻഡിൽസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ക്യാൻഡിൽസ് അവരവിടെ കൊണ്ടുപോയിട്ട് ക്യാൻഡിൽ ഉണ്ടാക്കി വെട്ടം ഉണ്ടാക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടിയാണ് ഇവരന്ന് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വേണ്ടിയ ആൾക്കാരൊന്നുമില്ലായിരുന്നു, കൊച്ചു പിള്ളേരൊക്കെ അന്ന് പണി ചെയ്യുന്നുണ്ടായിരുന്നു. അതും വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിലായിരുന്നു അന്നൊക്കെ അവർ. അന്ന് സാലറി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല, പക്ഷെ അന്ന് വളരെ ചെറിയ എമൗണ്ടിലാണ് അവർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
was pretty cool. നമ്മൾ അവരുടെ ബ്രേക്ക് റൂമിൽ പോയി വർക്കേഴ്സൊക്കെ റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണത്. പിന്നെ മാത്രമല്ല എമർജൻസി റൂമാണ്. പിന്നെ അവിടെ അണ്ടർഗ്രൗണ്ട് പോസ്റ്റ് ഉണ്ട്. ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കാനഡയിലെ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് അണ്ടർഗ്രൗണ്ട് പോസ്റ്റാണിത്. പിന്നെ അത് മാത്രമല്ല അവർക്ക് എമർജൻസി റൂമിലും അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലും അവിടെ പോകാം. അങ്ങനെ ട്രാൻസിഷൻ ചെയ്ത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് വരെ അവർ കാണിച്ചു തന്നു. ആ മൈൻഡിൽ കൂടെ പോയിട്ട് ഇത് ഞാൻ ഷോർട്ടായിട്ടാണ് കാണിച്ചത്. ഒരു 1.5 hours ഉണ്ടായിരുന്നു ഈ ഒരു ടൂറ്. എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. അവിടുത്തെ ട്രാൻസിഷൻ ചെയ്ത് വരുമ്പോൾ അവിടുത്തെ ലൈറ്റ്സിൻ്റെ ചേഞ്ച്, ഇലക്ട്രിസിറ്റി വന്നത് എല്ലാം കറക്റ്റായിട്ട് അവരവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ മീറ്റിയോർ വന്ന് വീണപ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ ഈ സഡ്ബറിയിലെ ട്രീസ് എല്ലാം നശിച്ചു പോയായിരുന്നു. അവിടെ നാച്ചുറലായിട്ടുള്ള ഒരു മരങ്ങളും ഇല്ലായിരുന്നു. അപ്പം അവർ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഈ ഒരു ഗ്രീൻ ഹൗസ് പ്രോജക്റ്റ് അവർ കൊണ്ടുവന്ന്. അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവരെ പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ സഡ്ബറിയിൽ. ഇപ്പോൾ അവിടെ കാണാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും മണ്ടയിലെത്തിയപ്പോൾ ഇവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. പല റേറ്റ്സിൻ്റെ ഉണ്ട് ഇവിടെ. ഒറിജിനൽ ക്രിസ്റ്റൽസും മിനറൽസും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ അമിത്തിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചൊരു ചെറിയ ഒരെണ്ണം. അപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോളിഷിങ് റൂമിൽ കൊണ്ടുപോയിട്ട് പോളിഷ് ചെയ്യാം. ഒരു അമിത്തിസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു ക്വാർട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല ഭംഗിയാണെല്ലാം കാണാൻ വേണ്ടി. നല്ല റേറ്റിൻ്റെ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കോർ ഐറ്റംസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സോവനീർ ഷോപ്പ് അത്രേ ഉള്ളൂ. അപ്പം വീണ്ടും നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഒന്നും കൂടെ പിക്നിക്കിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ തന്നെ കാണാം ഇവിടെ പല ലൈവായിട്ടുള്ള മൈൻസ് കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ വീട് ഇത് കുറച്ച് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഇതിൻ്റെ ചുറ്റും നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. സഡ്ബറിയുടെ ഭാഗങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്തില്ല. നമ്മൾ എന്നിട്ട് സയൻറ്റിഫിക് നോർത്തിലോട്ടാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അവിടെ കുറേ ഗെയിംസും അവിടെയും എക്സിബിഷൻ തന്നെയാണ്. പക്ഷേ ഇതുപോലെ മൈൻഡ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉണ്ടോ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരവിടെ ചെടികളും ട്രീസും എല്ലാം പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം അന്ന് നശിച്ചതാണ്. പക്ഷെ ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് അവർ വീണ്ടും പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയൻറ്റിഫിക് നോർത്തിൽ ഇനിയും കൂടുതലായിട്ടും ഉള്ളത് ഗെയിംസും അവിടെ പ്ലാനറ്റോറിയം ഉണ്ട്. അവിടെ മൂവീസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയതുണ്ടോ. ഇതാണ് സയൻറ്റിഫിക് നോർത്ത്, സയൻസ് നോർത്ത്. അപ്പം ഇവിടെ എത്തുമ്പോൾ ഇവിടെ പ്ലാനറ്റോറിയം ഉണ്ട്. നമ്മൾ പ്ലാനറ്റോറിയം ഓൾറെഡി ഇതെല്ലാം ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ടൈം അനുസരിച്ച് ഓരോ സ്ഥലത്ത് പോകണം. നമുക്കിങ്ങനെ ചുമ്മാ ഇടയ്ക്ക് കയറി മിസ്സാക്കാൻ പറ്റില്ല. നമ്മുടെ ടൈമിങ് തെറ്റിപ്പോകും. അപ്പം നമ്മൾ ഇതിലെ ഈ ഒരു പല സ്ഥലങ്ങളുണ്ട്. ഇവിടെ തന്നെ പല എൻട്രൻസുകളുണ്ട്. നമുക്ക് വേണ്ടിടത്തോട്ട് നമുക്ക് പോവാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇന്ന സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് പോവാം. ഇവിടെയും കുറേ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല ഇവിടെ നമ്മുടെ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ക്വിസസും അതുപോലെ ഗെയിംസും ഫൺ ആക്ടിവിറ്റീസും ഒക്കെ, എവറിത്തിങ് സയൻസ് റിലേറ്റഡ് അതുപോലെ ഉള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ എല്ലാം. അതുമാത്രമല്ല കുറച്ച് നമുക്ക് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സൂ അല്ല, റെപ്റ്റൈൽസും അക്വാട്ടിക് ലൈഫും ബട്ടർഫ്ലൈസും അങ്ങനെ കുറേ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല ഇടയ്ക്കെല്ലാം ഫൺ എലമെൻറ്റ്സ് ആയിട്ട് അവർ കുറേ ആക്ടിവിറ്റീസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഓവറോൾ സയൻസ് നോർത്തും ഡൈനാമിക് എർത്തും നമുക്കൊരു 1 day എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സഡ്ബറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു 1 or 2 days ശരിക്കും ഒന്ന് ഇവിടുത്തെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു യുണീക്ക് കാര്യങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഡ്ബറിക്ക് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. എനിക്ക് പേഴ്സണലി സഡ്ബറി എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റി അല്ലെങ്കിൽ ടൗൺ എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ ഈ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അത്ര ഇൻഫർമേഷൻ കിട്ടി. ഇറ്റ് വാസ് വെരി നൈസ്. Hold me close till I get up. Time is barely on our side.